എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 8 മാത്സിലെ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെൻസുറേഷൻ എന്ന ചാപ്റ്ററിലെ ഏരിയ ഓഫ് പോളിഗൺ എന്ന പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് എ പോളിഗൺ? എന്താണ് പോളിഗൺ? 3 or more സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ഷേപ്സിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൈഡ്സ് വരുന്ന ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് പോളിഗൺസ് എന്ന് പറയുന്നത്. പോളിഗൺസിന് എക്സാമ്പിളാണ് ട്രയാങ്കിൾ. 3 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. അതുപോലെ കോർഡിലേറ്റേഴ്സ് നിങ്ങൾക്കറിയാം. 4 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് കോർഡിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കോർഡിലേറ്റേഴ്സിൽ തന്നെ നിരവധി പാർട്ടുണ്ട്. അതുപോലെ ട്രയാങ്കിൾസിൽ തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ നിരവധി എക്സാമ്പിൾ പാർട്സ് ഉണ്ട്. അതുപോലെ തന്നെ കോർഡിലേറ്റേഴ്സിൽ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രപ്പീസിയം, പൊതുവായിട്ട് അതിനെയൊക്കെ 4 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെ കോർഡിലേറ്റർ എന്നാണ് പറയുന്നത്. 3 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഷേപ്സ് ആണെങ്കിൽ അതിനെ ട്രയാങ്കിൾസ് എന്ന് പറയും. 5 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ്, ഇതിൽ 5 സൈഡ്സ് ആണുള്ളത്, ഇതിനെ പെൻറ്റഗൺ എന്നാണ് പറയുന്നത്. ഇങ്ങനെ 6 സൈഡ്സ് ആകുമ്പം ഹെക്സഗൺ. ഇത് തുടർന്നു കൊണ്ടിരിക്കും ഈ രീതിയിൽ. അപ്പോൾ ഇതിനെയൊക്കെ പൊതുവായി നമ്മൾ പറയുന്നത് പോളിഗൺ എന്നുള്ള പേര് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്, പോളിഗൺസ്. അപ്പോൾ പോളിഗൺസ് എന്താണ്? 3 or more സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ്, ക്ലോസ്ഡ് ഷേപ്സിനെയാണ് പോളിഗൺസ് എന്ന് പറയുന്നത്. ഈ പോളിഗൺസിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പോളിഗൺസിന് നേരിട്ട് ഒരു ജനറലായിട്ടുള്ള ഒരു ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ ഇല്ല. നമ്മൾക്ക് ട്രയാങ്കിൾസിൻ്റെ ഇക്വേഷൻ അറിയാം. 1/2 BH. B ഈസ് ദ ബേസ് ആൻഡ് H ഈസ് ദ ഹൈറ്റ്. ബട്ട് അതുപോലെ തന്നെ കോർഡിലേറ്റേഴ്സിന് ഡിഫറെൻറ്റ് കോർഡിലേറ്റേഴ്സിനും ഡിഫറെൻറ്റ് ഏരിയ കാണാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ഇൻ കേസ് പോളിഗൺസ് ഓർ പെൻറ്റഗൺസിന് ഒരു ഏരിയ കാണാനുള്ള പൊതുവായിട്ടുള്ള ഒരു ഇക്വേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പോളിഗൺസിൻ്റെ ഏരിയ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പെൻറ്റഗൺ എടുക്കുകയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഏരിയാസ് കാണുന്നത്. ഇതിനെ 3 ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. ദെൻ ഓരോന്നിൻ്റെയും ഏരിയ കാണുക. ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അതിനുശേഷം നമ്മൾ ഇവ ആഡ് ചെയ്താൽ ഈ പെൻറ്റഗണിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ കിട്ടും. യും ട്രയാങ്കിൾ ACDയും അതുപോലെ തന്നെ ADEയും. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ നമ്മൾ വെവ്വേറെ കണ്ടതിന് ശേഷം അവ ടോട്ടൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഏരിയ ഓഫ് പെൻറ്റഗൺ ABCDE. ഏരിയ ഓഫ് പെൻറ്റഗൺ ABCD ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് triangle ABC and plus area of triangle ACD plus area of triangle AED. ഈ രീതിയിലാണ് നമ്മൾ ഏത് പോളിഗൺ തന്നാലും അവയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഏരിയ കണ്ടുപിടിക്കാം. അതുപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ABCDE. ഇതും ഒരു പെൻറ്റഗൺ തന്നെയാണ്. ഇതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രപ്പീസിയവും ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ABF ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, കാരണം ഇവിടെ 90 ഡിഗ്രിയാണ്. അതിനുശേഷം ഒരു ട്രപ്പീസിയം ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ CGD ആൻഡ് നെക്സ്റ്റ് ട്രയാങ്കിൾ AED. ഇങ്ങനെ 4 ഷേപ്സിൽ ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡയഗണൽ AD എന്ന ഡയഗണലാണ് ആദ്യം വരയ്ക്കുന്നത്. അതിനുശേഷം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ABCDE എങ്ങനെ കാണും?
is equal to area of right angle triangle AFB plus area of trapezium ഏതാണ് BFGC. നമ്മൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുക പ്ലസ് ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ CGD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AED. ഈ 4 ഫിഗേഴ്സിൻ്റെയും 4 ഷേപ്പിൻ്റെയും ഇത് ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്താലാണ് ഈ പോളിഗണിൻ്റെ ഈ പെൻറ്റഗണിൻ്റെ ഏരിയ കിട്ടുന്നത്. ഈ രീതിയിലാണ് തുടർന്ന് അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പോളിഗൺ ABCDE ഈസ് ഡിവൈഡഡ് ഇൻറ്റു പാർട്സ് ആസ് ഷോൺ ബിലോ ഫിഗർ 9.4. Find its area if AD is equal to 8 cm, AH is equal to 6 cm, AG is equal to 4 cm, AF is equal to 3 cm, and perpendiculars BF is equal to 2 cm and CHS is equal to 3 cm, EG is equal to 2.5 cm. Then find area of polygon ABCDE. ഇവിടെ ഒരു പോളിഗൺ തന്നിട്ടുണ്ട്. അതായത് ഇതൊരു പെൻറ്റഗണാണ്. ഈ പോളിഗണിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാൻ പോളിഗണ് പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പോളിഗൺ തന്നാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത്, ഇപ്പോൾ ട്രയാങ്കിളും കോർഡിലേറ്റേഴ്സും ആണെങ്കിൽ ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ബട്ട് ഇൻ കേസ് പെൻറ്റഗൺ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള പോളിഗൺസിന് ഏരിയ കാണാനുള്ള പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏരിയയും കോർഡിലേറ്റേഴ്സുമാക്കി ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം അവയുടെ ഏരിയ കണ്ടുപിടിക്കുക. ദെൻ ആഡ് ചെയ്താൽ ഹോൾ പോളിഗണിൻ്റെ ഏരിയ കിട്ടും. ഈ രീതിയിലാണ് നമ്മൾക്ക് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇവിടെ ABCDE എന്നുള്ള ഒരു പോളിഗണാണ്. ഈ പോളിഗണിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. AD എന്നുള്ള ഒരു ഡയഗണൽ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത പിക്ചർ തന്നെയാണ് തന്നിട്ടുള്ളത്. AD എന്നുള്ള ഒരു ഡയഗണൽ ഉപയോഗിച്ച് അതിനെ ഡിവൈഡ് ചെയ്തു. ദെൻ ട്രയാങ്കിളാക്കി മാറ്റി. ട്രപ്പീസിയം വീണ്ടും ഒരു ട്രയാങ്കിൾ. ആ രീതിയിലാണ് പോകുന്നത്. ഇവിടെ ട്രയാങ്കിൾ AFB, ട്രയാങ്കിൾ AFB, ദെൻ ട്രപ്പീസിയം FBCH, then triangle CHD, then triangle ADE. ഇത്രയും 4 പോളിഗൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവയുടെ ഏരിയ കണ്ടതിന് ശേഷം ABCDE എന്നുള്ള പോളിഗണിലെ ഇവ ആഡ് ചെയ്താൽ നമ്മൾക്ക് ABCDE എന്നുള്ള പോളിഗണിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏരിയ ഓഫ് AFB എന്നുള്ള ട്രയാങ്കിളാണ് കാണുന്നത്. ഏരിയ ഓഫ് AFB ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1/2 ഇൻറ്റു BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു H. ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി അവിടെ ബേസും അതിൻ്റെ അതിൻ്റെ സൈഡ് ഹൈറ്റായിട്ടും തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് AF ആണ്. ബേസ് AF ഇൻറ്റു FB, ഹൈറ്റ് FB. AF ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 cm. AF is equal to 3 cm. So that's equal to 1/2 into
AF is equal to 3 centimeter. Then FB is equal to 2 centimeter. 2 വെട്ടിപ്പോവും കാരണം 2 ഡിനോമിനേറ്റർ ഇവിടെ 2 is ന്യൂമറേറ്ററിലാണ്, അതുകൊണ്ട് തന്നെ അവ വെട്ടിപ്പോവും. സോ നെക്സ്റ്റ് വരുന്നത് ബാക്കി വരുന്നത് 3 ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ട്രയാങ്കിളിൻ്റെയൊക്കെ ഏരിയ വരുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് വരുന്നത്. കാരണം ഇവിടെ 3 centimeter into 2 centimeter ആണ്, ദാറ്റ് ഈസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ആൻസർ ഈസ് 3 centimeter സ്ക്വയർ. Area of trapezium FBCH. Trapezium FBCH. ഏരിയ ഓഫ് ട്രപ്പീസിയം FBCH. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രപ്പീസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് 1/2 ഇൻറ്റു A plus B into H. A plus B means ഇവിടെ പാരലൽ സൈഡ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാരലൽ സൈഡുകൾ തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് 2 അതിൻ്റെ ഹാഫാണ്, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ആൻസർ ഏരിയ കിട്ടുന്നത്. ഇവിടെ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഹൈറ്റ് FH എന്നുള്ളത് ഹൈറ്റാണ് വരുന്നത്. FH ഹൈറ്റ്, ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റാണ് വരുന്നത്. 2 ഓപ്പോസിറ്റ് സൈഡ്, 2 പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഹൈറ്റാണ് FH ഇവിടെ കൊടുത്തിട്ടുള്ളത്, H ഹൈറ്റ്. ദെൻ പാരലൽ സൈഡായിട്ട് വരുന്നത്, ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡായിട്ട് വരുന്നത് FBയും, അതായത് FB ഓർ BF, ആൻഡ് അതിന് പാരലലായിട്ടുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് CH ആണ്, പാരലൽ സൈഡ്. ഈ 2 സൈഡാണ് പാരലലായിട്ട് വരുന്നത്, BFും CHും. BF ആൻഡ് CH 2 പാരലൽ സൈഡ്. അവ ആഡ് ചെയ്യുന്നതും അവയുടെ സമ്മും അതിൻ്റെ കൂടെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്ന, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏരിയ ഓഫ് ട്രപ്പീസിയം. FH into BF plus CH by 2. ഫസ്റ്റ് വീഡിയോയിൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു FH ഹൈറ്റ്, ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. FH മീൻസ് ഹൈറ്റ്, FH ഇൻറ്റു BF, പാരലൽ സൈഡ്സ് BF പ്ലസ് ഇത് ഈ സൈഡ്സിന് ഓപ്പോസിറ്റായ നെക്സ്റ്റ് പാരലൽ സൈഡാണ് CH ഡിവൈഡഡ് ബൈ 2, ഹോൾ ഡിവൈഡഡ് ബൈ 2. അല്ലെങ്കിൽ ഹോൾ ഡിവൈഡഡ് ബൈ 2 എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ കൊടുത്തു, അതുപോലെ എഴുതിയേ ഉള്ളൂ, ബൈ 2. That's equal to FH കാണണം. FH equal to AF തന്നിട്ടുണ്ട്. AF 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ AH തന്നിട്ടുണ്ട്, AHും തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എയിൽ നിന്നും Hലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. AH is equal to 6 സെൻറ്റിമീറ്റർ മൈനസ് AF
3 സെൻറ്റിമീറ്റർ. AF 3 സെൻറ്റിമീറ്റർ. അപ്പോൾ AHൽ നിന്നും AF മൈനസ് ചെയ്താൽ FH കിട്ടും. ദാറ്റ് ഈസ് 6 minus 3. AH minus AF. AH minus AF, that is 6 minus 3 is equal to 3 centimeter. So height FH is equal to 6 centimeter. FH is equal to 3 centimeter. FH is equal to 3 centimeter. So 3 into 3 into BF. BF 2 plus CH. CH is 3. 3 divided by 2. Divided by 2. That's equal to 3 into 2 plus 3 is 5. 3 into 5 divided by 2 is equal to 15. 3 into 5 is 15 divided by 2 equal to 7.5 centimeter square. Centimeter square. Next, area of triangle CHD. Triangle CHD equal to 1 by 2 into base into height. ഇവിടെ ബേസ് DH ആണ്. ബേസ് D, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് CH തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ സൈഡ് CH തന്നിട്ടുണ്ട്. അപ്പോൾ DH ഇൻറ്റു CH. ഇതും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് അതിൻ്റെ സൈഡായിട്ട് തന്നെയാണ് വരുന്നത്. ഹൈറ്റ് ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ DH ഇവിടെ നേരിട്ട് തന്നിട്ടില്ല. DH കാണണമെങ്കിൽ എന്ത് ചെയ്യണം? AD എന്നുള്ള ഡയഗണൽ AD തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AHും തന്നിട്ടുണ്ട്. AD 8 സെൻറ്റിമീറ്റർ ആണ്. AD ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആണ്. അതായത് AD ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ദെൻ AD ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് AH is equal to 6 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് A നിന്ന് Hലേക്ക് 6 സെൻറ്റിമീറ്റർ ആണ്. AD 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ AD നിന്ന് AH മൈനസ് ചെയ്താൽ DH കിട്ടും. ദാറ്റ് ഈസ് DH is equal to AD minus AH. AD minus AH equal to 8 minus 6 equal to 2 centimeter. 2 centimeter. DH കിട്ടി 2 centimeter. Then one by 2 into DH is equal to 2 centimeter into CH തന്നിട്ടുണ്ട് 3 centimeter. 2ഉം 2ഉം വെട്ടിപ്പോവും. equal to 3 centimeter square. Area of CHD is equal to 3 centimeter square.
നെക്സ്റ്റ് ട്രയാങ്കിൾ എ ഡി ഇ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസായിട്ട് എ ഡി ആണ് ബേസായിട്ട് എടുക്കുന്നത്. എ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എ ഡി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആൻഡ് ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ഇയിൽ നിന്നും എ ഡിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 2.5 തന്നിട്ടുണ്ട്. ബി ഇൻറ്റു എച്ച് ഹൈറ്റ് 2.5. How many times 2 in 8? 4 times. So 4 into 2.5 equal to 10 centimeter square. Answer is 10 centimeter square. Then ഫോർ പോളിഗൺസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് കാണാനുള്ളത് പോളിഗൺ എ ബി സി ഡിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ 4ഉം തമ്മിൽ ആഡ് ചെയ്താൽ ഏരിയ 4 ഷേപ്സിൻ്റെയും ഏരിയ ആഡ് ചെയ്താൽ പോളിഗൺ എ ബി സി ഡിയുടെ ഏരിയ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു പോളിഗൺ എ ബി സി ഡി is equal to area of AFB. Area of AFB is equal to 3 plus area of trapezium 7.5 plus area of CHD. Area of CHD is 3 plus area of ADE. Area of ADE is 10 centimeter square. That's equal to 23.5 centimeter square. 23.5 centimeter square. ഇതാണ് ഫൈനൽ ആൻസർ. ഏരിയ ഓഫ് എ ബി സി ഡി എന്നുള്ള പോളിഗണിൻ്റെ ആൻസറാണ് 23.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. 23.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. 23.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് പോളിഗൺ MNOPQR. പോളിഗണിൻ്റെ ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എം ബി ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ, എം പി ഈസ് ഡയഗണലാണ് എം പി, അത് 9 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എം ഡി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ, എം സി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, എം സി ഈസ് ഈക്വൽ ടു 6 centimeter, MC is equal to 6 centimeter, and MB is equal to 4 centimeter, MB is equal to 4 centimeter, and MA is equal to 2 centimeter, MA is equal to 2 centimeter. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. പോളിഗണിൻ്റെ ഏരിയ കാണുകയാണ് വേണ്ടത്. പോളിഗണിൻ്റെ ഏരിയ കാണാൻ നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് സ്പ്ലിറ്റായിട്ട് ഏരിയയും ട്രയാങ്കിളും ട്രപ്പീസിയുമായിട്ട് തന്നിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈച്ച് പാർട്ടും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം
ടോട്ടൽ ആഡ് ചെയ്ത് അവയുടെ ആൻസർ ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ കിട്ടും. അതിനുശേഷം നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ദാറ്റ് ഈസ് പോളിഗണിൻ്റെ MNOPQRൻ്റെ ഏരിയ കിട്ടും. അതിന് നമ്മൾ 1 by 1 ആയിട്ട് ഏരിയ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക. MNA എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക. നെക്സ്റ്റ് ട്രപ്പീസിയം, ദെൻ ട്രയാങ്കിൾ. ഈ രീതിയിൽ 6 പാർട്ടാണ് നമ്മൾക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ 6 പാർട്ടിൻ്റെയും ഏരിയ കണ്ടെത്തിയതിന് ശേഷം അവയുടെ ആൻസർ ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുക. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഒരു പ്രോബ്ലം ഞാൻ ഇതിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. വീണ്ടും ചെയ്യുന്നില്ല, ഇത് നിങ്ങൾ ചെയ്യുക. ദെൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ദിവസം വരും. താങ്ക് യു.